ഓയാസിസ് മീഡിയയുടെ വാദം വിവാദം എന്ന ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം ഉപദേശത്തിനു വേണ്ടി കൊടുത്ത വില അത് വലുതാണ്. 100 വർഷത്തെ ചരിത്രമാണ് നമുക്കുള്ളത്. ഈ 100 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ നൊമ്പരങ്ങളുടെയും വേദനയുടെയും ചരിത്രമാണ് പേറുന്നത്. അതിൻ്റെ നാൾവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഹൃദയഭേദകമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ പൂർവികർ അനുഭവിച്ചത് ഓർമ്മിച്ചെടുക്കാനാകും. അവരെല്ലാം ഈ ഉപദേശത്തിനു വേണ്ടി കൊടുത്ത വില അത് വലുതാണ്. അതിനെ വിസ്മരിച്ചുകൊണ്ട് ഒരു കാലത്തും നമുക്ക് മുൻപോട്ട് പോകാൻ ആവുകയില്ല. പക്ഷേ ഈ പുതിയ കാലത്തിൻ്റെ ഒരു വലിയ ദുരന്തം നമ്മുടെ പൂർവികർ വിശുദ്ധ ബൈബിളിൻ്റെ സത്യോപദേശത്തിനു വേണ്ടി നൽകിയ വില മറന്നുകൊണ്ട് പുതിയ സമൂഹം അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിളിൻ്റെ തെളിഞ്ഞു കിട്ടിയ ഒരു ഉപദേശം, അതിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ കേരളത്തിലെ പെന്തക്കോസ്തർ തന്നെയാണ്. ആ പെന്തക്കോസ്തിൻ്റെ പുതിയ തലമുറയാണ് ഈ ഉപദേശത്തിന് ഘടകവിരുദ്ധമായ പ്രചാരകരുമായി കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ മനസാക്ഷിയുള്ള നമുക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. വിശുദ്ധനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിലെ ഒരു ദൂതനാകട്ടെ, ആര് അതിന് വിരുദ്ധമായി പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. ഇന്ന് പെന്തക്കോസ്തിൻ്റെ പുതിയ തലമുറ നമ്മുടെ പൂർവികർ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി അവിശുദ്ധമായ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും പെന്തക്കോസ്ത് ഇവിടെ മുന്നോട്ട് വെച്ച ബൈബിൾ ഉപദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് പെന്തക്കോസ്തർ പുതിയ കൂട്ടുകാരായിട്ട് കാണുന്നത്? തികച്ചും ബൈബിൾ മുന്നോട്ട് വെച്ച സത്യോപദേശത്തിന് വിരുദ്ധമായി ഭൗതികാധിഷ്ഠിതമായി പ്രചാരണം നടത്തുന്ന, സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്ന, ആൾക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള എല്ലാ ഗിമക്കുകളും കാട്ടിക്കൊണ്ട് പ്രചാരണം നടത്തുന്ന നവപ്രവണതകരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. ഇതിനെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞ വചനത്തിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി
ഞങ്ങളാകട്ടെ, സ്വർഗത്തിലെ ഒരു ദൂതനാകട്ടെ, ആര് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് ഇത്തരം ശപിക്കപ്പെട്ടവരുമായി ആണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ആരാണ് നമ്മുടെ കൂട്ടുകാർ? വിശുദ്ധ വചനം ഏറ്റവും ഗൗരവമായി കാണുന്ന തിരുമേശ അതിനെ തികച്ചും അപഹാസ്യമായ രീതിയിൽ നടത്തിയ ആളുകളോടൊപ്പം നമ്മൾ കൂട്ടുകൂടുകയാണ്. മരിച്ച ആളുകളെ ഉയർക്കും എന്ന് പറഞ്ഞ് ആ മൃതദേഹം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജനത്തെ കബളിപ്പിക്കുന്ന ആളുകളുമായി നമ്മൾ കൂട്ടുകൂടുകയാണ്. നമ്മുടെ സത്യ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകളുമായി നമ്മൾ കൂട്ടുകൂടുകയാണ്. അവരുടെയൊക്കെ പേരെടുത്ത് പരാമർശിക്കുന്നത് വ്യക്തിപരമായി ഒരു ക്രൈസ്തവികതയ്ക്ക് ചേരുന്നതല്ല എന്ന് തോന്നിയത് കൊണ്ട് പൊതുജന സമക്ഷം അവരെല്ലാവരും വളരെ പരിചിതരാണ് എന്നുള്ളത് കൊണ്ടും ആ പേരുകൾ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെല്ലാം നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ മലീമസമായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ്. അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ യാതൊരു ന്യായീകരണവും അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധിയുടെ പേരിൽ, വേർപാടിൻ്റെ പേരിൽ, ഉപദേശത്തിൻ്റെ പേരിൽ കേരളത്തിലെ പെന്തക്കോസ്തിൻ്റെ പൂർവികർ അനുഭവിച്ചത് എത്രയോ തിക്തമായ അനുഭവങ്ങളാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളെ അധിക്ഷേപിച്ച് സമൂഹത്തിൽ നിന്നും ഇറക്കിവിട്ട എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. ഇവിടുത്തെ മത സമുദായാദികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ മാർഗത്തെ തച്ചു തകർക്കാൻ പരിശ്രമിച്ചതിൻ്റെ ചരിത്രങ്ങൾ നമുക്കെല്ലാം അറിയാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പെന്തക്കോസ്ത് സമൂഹം ഇത്രയും മുന്നോട്ട് പോയത് നമ്മൾ വിശുദ്ധ വചനത്തോട് കാണിച്ച കൂറാണ്. നമ്മുടെ പൂർവികർ ഉപദേശത്തിന് വേണ്ടി കൊടുത്ത വില അത്രയ്ക്ക് വലുതായിരുന്നു. അതുകൊണ്ടാണ് മത സമുദായാദികളുടെ വെല്ലുവിളികളെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ, ഈ രാജ്യത്ത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരം ദുരുപദേശ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് പെന്തക്കോസ്തിൻ്റെ ആധുനികന്മാർ സംഘടിക്കുന്നത്. ഇതിനെതിരെ സത്യവചനത്തെ വിശ്വസിക്കുന്ന ആളുകൾ എപ്പോഴും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. നമ്മൾ ആരുടെയും കൂട്ടുകെട്ടുകൊണ്ട് വളർന്ന സമൂഹമല്ല, മറിച്ച് സത്യവചനത്തിൻ്റെ ശക്തിയിൽ വളർന്നവരാണ്. നമുക്ക് ഇതര ക്രൈസ്തവ സമൂഹങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാകുന്നതിന് യാതൊരു മടിയും വേണ്ട. കാരണം ഒരു പൊതുസമൂഹത്തിൽ ക്രൈസ്തവരെന്നല്ല,
എല്ലാ മതവിഭാഗങ്ങളുമായിട്ട് സഹവർത്തിത്വവും സ്നേഹവും പുലർത്താൻ ക്രൈസ്തവർക്ക് സാധിക്കണം. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ അതുതന്നെയാണ്. പക്ഷേ സത്യവചനത്തിന്റെ പ്രചാരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത്തരം കൂട്ടുകെട്ടുണ്ടാക്കാമോ എന്ന് ആലോചിച്ചാൽ അതിന് ബൈബിൾ നൽകുന്ന മറുപടി ഒരിക്കലും അത്തരം കൂട്ടുകെട്ടുകൾ പാടില്ല എന്നത് തന്നെയാണ്. ഇതര മതസ്ഥരോട് അനുഭാവപൂർവമായ സമീപനം ക്രൈസ്തവികമാണ്. അത് നാളെയും തുടരണം. യേശുക്രിസ്തുവിന്റെ സ്നേഹനിർഭരമായ സന്ദേശം ഇതര മതസ്ഥരിലേക്ക് എത്തിക്കുന്നതിൽ അത്തരം സഹവർത്തിത്വം എന്നും ആവശ്യമാണ്. പക്ഷെ സമീപകാലത്ത് നമ്മൾ കാണുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ട് അത്തരം ഒരു സ്നേഹത്തിൻ്റെയോ സഹകരണത്തിൻ്റെയോ വഴിയാണ് എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം നമ്മൾ കൂട്ടുകൂടുന്നത് സുവിശേഷത്തിന്റെ പ്രചാരണത്തിനാണ് എന്നാണ് പറയുക. പക്ഷെ സുവിശേഷത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് സംഘടിക്കുമ്പോൾ ആ വേദി പങ്കിടുന്ന ആളുകളൊക്കെ സാക്ഷാൽ പെന്തക്കോസ്ത് ഉപദേശങ്ങളോട് ആഭിമുഖ്യമുള്ളവരാണോ എന്ന് ആലോചിക്കണം. നമുക്ക് അവർ പ്രചരിപ്പിച്ചിട്ടുള്ള ഉപദേശങ്ങളോട് കൈകൊടുക്കാൻ കഴിയുന്നവരാണോ എന്നും നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരിക്കലും ഈ കൂട്ടുകെട്ട് ദൈവികമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. മരപ്പെട്ടിക്ക് ഈനാമ്പേച്ചി കൂട്ട് എന്നതുപോലെയാണ് ഇപ്പോൾ നടക്കുന്ന ചില ആത്മീക സംഗമങ്ങൾ. പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത പരസ്പര വിരുദ്ധമായ വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരങ്ങൾ ഒന്നിച്ചു കൂടുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇതുകൊണ്ട് എന്ത് സന്ദേശമാണ് നമ്മൾ ഈ സമൂഹത്തിന് നൽകുന്നത്? വരുംകാല തലമുറയ്ക്ക് പെന്തക്കോസ്ത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. വരും കാലത്ത് ക്രൈസ്തവ സമൂഹങ്ങളുടെ സമ്മേളനങ്ങളുടെ ചരിത്രം പരതുന്ന പുതിയ തലമുറയ്ക്ക് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഇത് സത്യോപദേശകരും വിരുദ്ധോപദേശകരും ഒന്നിക്കുന്ന ഒരു അവിശുദ്ധ കൂട്ടായ്മ എന്നതിനപ്പുറം യാതൊന്നും ഇതിലൂടെ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്ക് സത്യമായ ഒരു വചനമുണ്ട്. ആ വചനം മുൻപോട്ട് വയ്ക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. നമ്മുടെ രക്ഷാസിദ്ധാന്തം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മൾ പഠിപ്പിക്കുകകൾ, പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ ശുശ്രൂഷകൾ, കൃപാവരങ്ങൾ, ഇതിനെല്ലാം പെന്തക്കോസ്തിന് സുവ്യക്തമായ ഉപദേശങ്ങളുണ്ട്. ഈ ഉപദേശത്തെയൊക്കെ അംഗീകരിക്കുന്നവരാണോ ഒന്നിച്ച് കൂടുന്നത് എന്ന് ആലോചിക്കുമ്പോൾ, ഈ വേദി വിട്ടിറങ്ങുമ്പോൾ പരസ്പരം വീണ്ടും ഉപദേശത്തിന്റെ പേരിൽ കൈകൊടുക്കാൻ കഴിയുന്നവരാണോ ഒന്നിക്കുന്നത് എന്നുകൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഇത് താൽക്കാലികമായ ആൾക്കൂട്ടത്തിന് വേണ്ടി ചിലർ സംഘടിപ്പിക്കുന്ന വെറും സമ്മേളനങ്ങൾ മാത്രമാണ് എന്ന് പറയേണ്ടി വരും. നാളുകളിൽ ഒന്നിക്കാൻ കഴിയാത്ത, പെന്തക്കോസ്തിന് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത
ഇത്തരം ആളുകളെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് എന്ത് സുവിശേഷമാണ് നമുക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്? ഒരു കാര്യം വ്യക്തമാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ ക്രൈസ്തവർ ഒന്നിക്കാവുന്ന എല്ലാ മേഖലയിലും ഒന്നിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വാദം. അതിൽ നമ്മൾ ആരെയും ഒഴിവാക്കേണ്ടതില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നിക്കാവുന്ന എല്ലാ മേഖലയിലും ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് എപ്പോഴും വാദിക്കുന്നത്. പക്ഷേ ഒരു ഉപദേശം പ്രസ്താവിക്കേണ്ട, സത്യസുവിശേഷം പ്രചരിപ്പിക്കുന്ന, രക്ഷാസന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു വേദിയിൽ പെന്തക്കോസ്തർ ബൈബിൾ അധിഷ്ഠിതമായി മുമ്പോട്ട് വെക്കുന്ന ആ ഉപദേശങ്ങളോട് യാതൊരു കൂറുമില്ലാത്ത, നാളെ ആ ഉപദേശത്തിന് വിരുദ്ധമായിട്ട് പ്രചാരണം നടത്തുന്ന ആളുകൾ ചേർന്ന് ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതെല്ലാം വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഒരു കാര്യം കൂടെ പറയാം. പെന്തക്കോസ്തിന്റെ പുതിയ കാലഘട്ടത്തിന്റെ ഒരു ദുരന്തം വചനം അറിയാവുന്ന ആളുകൾ കുറയുന്നു എന്നതാണ്. കേവലം വികാരതലങ്ങളെ മാത്രം സ്പർശിക്കുന്ന ആളിളക്കി പ്രഭാഷകരുടെ ആവേശത്തിൽ തുള്ളിച്ചാടിപ്പോകുന്ന ഒരു പുതിയ സമൂഹമാണ് പെന്തക്കോസ്ത് എന്ന് പറയേണ്ടി വരികയാണ്. അബദ്ധോപദേശങ്ങൾ കേട്ടാൽ അത് ബൈബിൾ വിരുദ്ധമായതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവരാണ് ഇത്തരം പ്രചാരകരുടെ ആവേശം. ഈ സമയത്ത് നമുക്ക് ഓർക്കാനുള്ളത്, ഏതൊരു സമ്മേളനങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധ വചനവുമായി നീതി പുലർത്തുന്നതാണോ എന്ന് ആലോചിക്കണം. വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്ന ആദിമ സമൂഹത്തിന്റെ ആ ഒരു രീതിയെങ്കിലും നമ്മൾ ഇന്നും തുടരേണ്ടതാണ്. അപ്പോൾ ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇത് പെന്തക്കോസ്തിന് അപകടമാണ്. ഇത് നാളെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നൽകാൻ പോകുന്ന സന്ദേശം ആശ്വാസകരമായിട്ടുള്ളതല്ല. ഇത് സത്യവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. ഇതിനെതിരെ സംഘടിതമായി ഒന്നിച്ചു നിന്ന് പോരാടാൻ പൂർവികർ നമുക്ക് കാട്ടിത്തന്ന സത്യവചനത്തിൻ്റെ പ്രമാണത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ നമുക്കൊക്കെ ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ. അതിന് സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക.